തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഇന്നലെ ഈ സമരമുഖത്ത് ഏറ്റവും ശക്തമായി നിന്നൊരു നേതാവ് കൂടിയാണ്. വലിയ പ്രതിഷേധം ഇന്നും ഉയരുകയാണ്. നിശ്ചയമായിട്ട് ഈ പ്രതിഷേധം എങ്ങനെ മുന്നോട്ട് പോകാതിരിക്കും? കാരണം ഒരു ഗവൺമെന്റാണ് ഇതിന്റെ ഉത്തരവാദികൾ. അവിടെ വീണിരുന്ന ആ സാധനങ്ങളെല്ലാം മാറ്റാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, തെരച്ചിൽ കൃത്യമായി നടത്തിയിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. ആര് പറഞ്ഞാൽ തെരച്ചിൽ നിർത്തിയത്? തെരച്ചിലിന് വേണ്ടി അവരെല്ലാം ഹിറ്റാച്ചി ബാക്കി കാര്യങ്ങളുമായിട്ട് കൊണ്ടിറങ്ങിയതല്ലേ, എന്നിട്ടത് പിൻവലിച്ചതല്ലേ? ആ തെരച്ചിൽ കഴിഞ്ഞ് ഒരാളും അടിയിലില്ല എന്നവരുറക്കെ പറഞ്ഞതല്ലേ? അതെല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമല്ലേ? ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും ഈ മരണത്തിൽ ഉത്തരവാദിത്വമില്ല എന്ന് പറയുന്നത് എന്ത് ശരിയാണ്? പച്ചക്കള്ളം ആളുകളോട് പറയാൻ പറ്റുമോ? ഇതെല്ലാം ബഹുജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലല്ലേ? എത്രയാ പ്രാവശ്യമാണ് മാധ്യമങ്ങളോട് അവർ സംസാരിച്ചത്? ആ സംസാരിച്ചതെല്ലാം അവിടെ ഒന്നുമില്ലായിരുന്നു. എനിക്ക് കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. അവസാനം കൊണ്ടുവന്ന് സൂപ്രണ്ടിനെ അതിനകത്ത് ഏതാണ്ട് ബലിയാടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടക്കുക. സൂപ്രണ്ട് പറഞ്ഞു ഞാൻ ഏറ്റെന്ന്. അപ്പൊ സൂപ്രണ്ട് ഏറ്റവും മന്ത്രി രക്ഷപ്പെട്ടു. അപ്പൊ ഈ രൂപത്തിലുള്ള യാത്ര സാധ്യമല്ല. അതിന് അനുവദിക്കില്ലല്ലേ? സൂപ്രണ്ടിൽ ചുമത്തി രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളത്. രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. സൂപ്രണ്ട് ഒരു കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് നടത്തിയത് കൊണ്ട് ഈ പ്രശ്നത്തിന് അവസാനം ഉണ്ടാവുമോ? അത് സൂപ്രണ്ടിന്റെ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള നിലയിൽ മാത്രമേ കാണാൻ പറ്റൂ. മന്ത്രിയെ പേടിച്ചിട്ട് ചെയ്തതാണ് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. രണ്ടാമത്തെ പ്രശ്നം, ഇത്രയും ഗുരുതരമായ ഒരു സംഭവം ആളുകളുടെ കൺമുമ്പിൽ വെച്ച് നടന്നിട്ട് ആ കുടുംബത്തിന് ഒരു നയ പൈസ കോമ്പൻസേഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ലല്ലോ. ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മുഖ്യമന്ത്രി വന്ന് കണ്ടല്ലോ. അദ്ദേഹത്തിന്റെ കയ്യിൽ CMDRFന്റെ ഫണ്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് ഓൺ ദ സ്പോട്ടിൽ അനൗൺസ് ചെയ്യാൻ കഴിയുന്നതല്ലേ? എന്തുകൊണ്ട് അവിടെ കോമ്പൻസേഷൻ കൊടുക്കാൻ തീരുമാനം പറയാതിരുന്നത്? അപ്പൊ ഇത് ബോധപൂർവം അലസതയോടുകൂടി പോവുകയാണ്. എന്ത് ചെയ്യാം, ആരോടും എന്ന് ഒരു കാര്യവുമില്ല. ആ എന്ത് ചെയ്യുന്നതിനൊരു മടിയുമില്ല എന്നുള്ള നിലയിലേക്ക് വരുന്നു എന്നുള്ളത് കയറൂരി വിടുന്നതിന് തുല്യമാണ്. ഒരു ഗവൺമെന്റിനെ അങ്ങനെ കയറൂരി വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ ആരോഗ്യമന്ത്രിയുടെ രാജി എന്നുള്ളതാണോ? എങ്ങനെയാണ് അതിന്റെ നമ്മുടെ ഡിമാൻഡ്? ആരോഗ്യമന്ത്രി സത്യം പറഞ്ഞ ആരും പറയാതെ രാജിവെക്കണ്ടേ? ഒരു ഡെർലിക്ഷൻ ഓഫ് ഡ്യൂട്ടി അല്ലേ ആരോഗ്യവകുപ്പ് മന്ത്രി നിർവഹിച്ചത്? അവരൊരു ഡ്യൂട്ടി നിർവഹിക്കണമായിരുന്നു മന്ത്രി എന്നുള്ള നിലയിൽ. ആ ഡ്യൂട്ടി അവർ നിർവഹിച്ചില്ല. നിർവഹിക്കാതിരിക്കുന്നതിന് വേണ്ടി മറ്റു പല ആളുകളെ കൂടി അതിന് മുമ്പിൽ കൊണ്ടു നിർത്തി അവർ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിയത്. ആ പരിശ്രമത്തോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ല. അത് അവർ സ്വയം രക്ഷപ്പെടുന്നതിന് വേണ്ടി നടത്തുകയാണ്. മന്ത്രിസ്ഥാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗം മാത്രമാണ് അത്. ഇവിടെ കണ്ടുനിന്ന ജനങ്ങൾക്ക് പോലും ഒട്ടും വിശ്വസിക്കാൻ കഴിയില്ല. ഇവരൊരു നേട്ടമായി പലപ്പോഴും ഇന്നലെ പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് പുതിയ 2013 ബലക്ഷയം വന്ന കെട്ടിടം, ഞങ്ങളിതാ പുതിയ കെട്ടിടം ഉണ്ടാക്കി നിങ്ങൾ കാണൂ എന്നൊക്കെ. ഇന്നലെ ഒരു ഒറ്റ രാത്രി കൊണ്ട് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങി. യഥാർത്ഥത്തിൽ നേരത്തെ തുടങ്ങാവുന്നതായിരുന്നു എന്നുകൂടി ഫലത്തിൽ തെളിയിക്കുന്നതല്ലേ ഇത്? പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങാൻ കാരണം ഈ കെട്ടിടത്തിൽ ഡിസ്ചാർജ് വേണമെന്ന് പറഞ്ഞ ആളുകളെല്ലാം ഇറക്കി വിട്ടു. ഒരു അനസ്തേഷ്യ കൊടുത്തിട്ടൊരു രോഗിയെ ടേബിൾ കടത്തിയതിനു ശേഷം ആ രോഗികൾ പകുതി മുറിച്ചിട്ട് ആ രോഗിയോട് തിരുവനന്തപുരത്തേക്ക് വയ്ക്കോ, എല്ലാം ഞങ്ങൾ കെട്ടിവെച്ച് തരാം, തിരുവനന്തപുരത്ത് പോകാൻ പറഞ്ഞു. അലമറയിട്ടുകൊണ്ട് ആ പാവപ്പെട്ട വീട്ടമ്മ ഞങ്ങളുടെ മുമ്പിൽ വന്ന് അപേക്ഷിച്ചു. ഒരു കാരണവശാലും സർ ഇത് സമ്മതിക്കരുത്. ഞങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നു. ഞാൻ തന്നെ സൂപ്രണ്ടിനോട് സംസാരിച്ചു. ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് വന്നു കഴിഞ്ഞപ്പോ പുറത്തോട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല, അപ്പുറത്തെ പുതുതായി പണി തീർത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ മാറ്റിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഇവർക്കിത് നേരത്തെ ചെയ്യാമായിരുന്നല്ലോ. ഇവർ ആ കെട്ടിടത്തിന് ബലക്ഷയമില്ല എന്ന് കണ്ടെത്തിയിട്ട് എത്ര കാലമായി? 2013 എന്ന് പറയുന്നത് അന്നത്തെ സർക്കാർ വേറെ ആയതുകൊണ്ട് തടിതപ്പാൻ വേണ്ടി പറയുന്നതാണ്. 2013 ശേഷം 2025 എത്തുമ്പോൾ 12 കൊല്ലമായില്ലേ? 12 കൊല്ലമായിട്ടുള്ള ഒരു കേടില്ലാതെ നിന്ന ഒരു കെട്ടിടം, ആ കെട്ടിടത്തിൽ എന്തിന് അതിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ഇവരാലോചിക്കാതിരുന്നു? ഇപ്പൊ സുരക്ഷിതമല്ല എന്ന് പറയുന്ന എഞ്ചിനീയർമാരെ വിളിച്ചു വരട്ടെ, അവരോട് പറയട്ടെ. കെട്ടിടം പണി പൂർത്തിയാക്കി. ഈ കെട്ടിടം പണി തുടങ്ങിയിട്ട് എത്രയോ നാളായി. അവിടെ പൊളിക്കുക, പൊളിക്കുക. അതുതന്നെയാണ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മളുടെ സമൂഹത്തെ വിഡ്ഢി കളിപ്പിക്കുന്ന ഒരു നടപടിയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. ഞങ്ങൾ അതിനോട് യോജിക്കുന്ന പ്രശ്നമേയില്ല. ഈ മന്ത്രിമാർ നേരിട്ട്
സ്ഥലത്ത് നിന്ന് നടത്തിയ ഒരു രക്ഷാപ്രവർത്തനം എന്ന് വേണമെങ്കിൽ നമുക്ക് കാണുമ്പോൾ പറയാം. പക്ഷെ അവിടെയാണ് ഇത്തരം വീഴ്ച ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള നടപടി കൊണ്ട് കോൺഗ്രസ് ഒരിക്കലും തൃപ്തിപ്പെടില്ല എന്നുള്ളതാണ് അല്ലെ. അവിടെ ഉണ്ടായിരുന്ന ടോപ്പ് ഓഫീസർ ഉദ്യോഗസ്ഥൻ തന്നെ. അവിടെയുള്ള ടോപ്പ് ഓഫീസർ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡായ മന്ത്രി തന്നെയാണ്. ആ മന്ത്രി ഇരിക്കുമ്പോൾ കീഴിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് എന്ത് പറയാനാണ്? ആ മന്ത്രിയുടെ അഭിപ്രായം മാത്രമല്ലേ പുറത്ത് പറയാൻ പറ്റൂ. ആ മന്ത്രി തന്നെ നിർബന്ധിച്ചത് കൊണ്ടല്ലേ സൂപ്രണ്ട് തന്നെ പറയുന്നത് ഞാനാ ഉത്തരവാദിയെന്ന്. പണ്ട് നാട്ടുംപുറത്തൊരു പഴഞ്ചൊല്ലുണ്ട്, ഞാനത് പഴഞ്ചൊല്ലൊന്നും പറയുന്നില്ല. അങ്ങനെ ഉത്തരവാദിത്വം എനിക്കാണ് എന്ന് ആ സൂപ്രണ്ടിനെ കൊണ്ടൊക്കെ പറയിപ്പിക്കുകയാണ്. എന്തിനാ? മന്ത്രിയെ രക്ഷിക്കാൻ. ആ വർത്തമാനത്തിന്റെ ഏക കാരണം മന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഈ നാടകമൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇവിടെ യാഥാർത്ഥ്യം ജനങ്ങൾ കണ്ടറിഞ്ഞിരിക്കുകയാണ്. മന്ത്രി രാജിവെക്കുകയല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. രാജിവെച്ചാൽ മാത്രം പോരാ, ഇതുപോലുള്ള നടപടികൾ തുടരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എന്ത് ഫർദർ സ്റ്റെപ്സ് ഇവരെടുക്കുന്നു എന്ന് ബഹുജന സമൂഹത്തെ അറിയിക്കേണ്ടി വരും. മൂന്നാമത്തതും ആദ്യത്തതുമായ ഒരു കാര്യം ഞാൻ പറയാം. ആ കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കണം. ഇന്നലെ ഒരു വൈകുന്നേരം ആ കുടുംബത്തിൽ നിന്ന് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഞങ്ങൾക്ക് കോമ്പൻസേഷൻ ശവകടക്ക് നടത്താൻ പോലും നിവൃത്തിയില്ല, ഞങ്ങൾ വളരെ വിഷമിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞങ്ങൾ പറയേണ്ടവരോട് പറയാം, പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ നാട്ടിൽ നിന്ന് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ച് നിങ്ങളുടെ വിഷമം ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞു. ഒരു സർക്കാർ ചെയ്യേണ്ടത് അതാണോ? യഥാർത്ഥത്തിൽ ഈ കേസിനകത്തെ പ്രതിയാരാ? ഗവൺമെന്റ് തന്നെയാണ്. പ്രതിഭാഗത്ത് നിൽക്കുന്നവർ രക്ഷപ്പെടാൻ വേണ്ടി പല കാര്യങ്ങളും പറയുന്നുണ്ട് എന്നുവരികിൽ പോലും പ്രതിയായി നിൽക്കുന്നത് ഗവൺമെന്റ് തന്നെയല്ലേ? ആ ഉത്തരവാദിത്തം അവർ നിറവേറ്റിയേ മതിയാകും. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കോമ്പൻസേഷനെ കുറിച്ചുള്ള കാര്യം ഇന്ന് 11 മണിക്ക് അടക്കം നടക്കുകയാണ്. അതിനു മുമ്പ് അനൗൺസ് ചെയ്യണമെന്നുള്ളതാണ് എന്റെ ആവശ്യം. രണ്ടാമത്തത്, ഈ സമഗ്രമായ രൂപത്തിലേക്ക് ഇതിന്റെ അന്വേഷണം നടക്കണം. 3, മന്ത്രി ഇനി ഈ സ്ഥാനത്ത് ഈ വകുപ്പിൽ തുടരുന്ന ഒട്ടും ശരിയേയല്ല. ഈ ജുഡീഷ്യൽ അന്വേഷണമൊന്നും ആവശ്യമല്ല. ഇപ്പോൾ വെറും കളക്ടറുടെ അന്വേഷണമേ ഉള്ളൂ, അത് മതിയോ? കളക്ടറുടെ അന്വേഷണവും മന്ത്രി അന്വേഷിക്കുന്നത് തമ്മിൽ എന്താ വ്യത്യാസം? എന്നാൽ പിന്നെ മന്ത്രി തന്നെ ചെയ്യുന്നു, മന്ത്രി തന്നെ ഉത്തരവിടുന്നു, മന്ത്രി തന്നെ അന്വേഷണം നടത്തുന്നു, കളക്ടറെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നു. അത് നാടകം കളിക്കുകയല്ലേ. ഈ നാടകത്തിനൊന്നും ഞങ്ങളില്ല. എന്തായാലും ശക്തമായ പ്രതിഷേധം ഉണ്ടാവില്ല. മാത്രമല്ല, ഈ സംഭവത്തിനകത്ത് അവിടുത്തെ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാ? ഈ മെഡിക്കൽ കോളേജിലെ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ കളക്ടറല്ലേ? ആ കളക്ടറെ കൊണ്ട് തന്നെയാണ് ഇതിലെ അപാകതയെക്കുറിച്ച് അന്വേഷിപ്പിക്കുന്നത്. അവിടുത്തെ HMC ഉണ്ട്, ഹോസ്പിറ്റൽ അഡ്വൈസറി കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ ചെയർമാൻ കളക്ടറാണ്. ഞങ്ങൾക്ക് കളക്ടറോട് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല. പക്ഷേ ആ സ്ഥാനത്തിരിക്കുന്ന കളക്ടറെ കൊണ്ട് തന്നെ ഇത് അന്വേഷിപ്പിക്കുന്നു എന്ന് പറയുന്നതിൽ അതെന്ത് സുതാര്യതയാവുള്ളത്? സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയല്ലല്ലോ, കള്ളം മൂടി വെക്കുന്നതിന് വേണ്ടിയല്ലേ. ഒരു കാര്യം കൂടി, ഇത്തരം സ്ഥലങ്ങളിൽ ഒരു സുരക്ഷ, അതായത് ഒരു പെട്ടെന്നൊരു ഹിറ്റാച്ചി എത്താൻ പോലും കഴിയാത്ത സൗകര്യങ്ങൾ പഴയ പല കെട്ടിടങ്ങളിലും അങ്ങനെയുണ്ട്. ഇതൊക്കെ സർക്കാർ പരിശോധിക്കേണ്ടതല്ലേ? സത്യം പറഞ്ഞാൽ അതിനു ചുറ്റും 7 മീറ്റർ വീതിയിലുള്ള റോഡ് ഉണ്ടാകേണ്ടതല്ലേ? ഏത് അത്യാഹിത സന്ദർഭം വന്നാലും ഒരു ആംബുലൻസിന് ഓടിക്കയറാൻ കഴിയത്തക്ക വിധത്തിൽ, അല്ലെങ്കിൽ പുറത്തോട്ട് ഒരു ഇവാക്വേഷൻ നടത്തേണ്ട സമയത്ത് വന്നാൽ അപ്പോൾ യാത്ര ചെയ്യത്തക്ക വിധത്തിൽ 7 മീറ്റർ വീതിയിലുള്ള ഒരു ബിൽഡിംഗ് വേണം, ഒരു റോഡ് വേണം എന്നുള്ളത് ഇതിന്റെ നിബന്ധനയ്ക്കകത്തുള്ളതല്ലേ? ഇവർ ബിൽഡിംഗ് റൂൾസ് എടുത്ത് വായിച്ചു നോക്കട്ടെ. അതിനകത്ത് ഹോസ്പിറ്റലിന് പെർമിഷൻ കൊടുക്കണമെങ്കിൽ ആ പെർമിഷനകത്തെ നിബന്ധനകൾ അവർ നോക്കട്ടെ. ആ നിബന്ധനയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് 7 മീറ്ററുള്ള റോഡ്, റിംഗ് റോഡ് ഇതിന്റെ ചുറ്റും ഉണ്ടാകണം എന്നുള്ളതാണ്. എവിടെ റോഡ്? ഒന്നുമില്ല. അപ്പോഴും കെട്ടിടം കെട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അതും ഈ പറയുന്ന 7 മീറ്ററിനുള്ളിൽ ഇനി ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിൽ അടഞ്ഞ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയാണ്. അതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുക. എന്തായാലും വലിയ പ്രതിഷേധം ഉണ്ടാക്കാതെ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തന്നെ ഉണ്ടാകും. അതല്ലാതെ ഒരു തരത്തിലും ഇതിൽ കൃത്യമായ അന്വേഷണം വേണമെന്നുമാണ് തിരുവഞ്ചൂർ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും. ജി ശ്രീജിത്താണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA വീട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന നയം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമന്ത്രിയുടെ രാജി എന്നുള്ള ആവശ്യത്തിൽ നിന്ന് ഒരു തെല്ലുപോലും പിറകോട്ടു പോകാൻ പ്രതിപക്ഷം ഇനി തയ്യാറാകില്ല. അത്തരത്തിലുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കും. മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് ആ കുടുംബത്തിന്, ബിന്ദുവിന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം എത്രയും വേഗം പ്രഖ്യാപിക്കണം, ലഭ്യമാക്കണം എന്നുള്ളതാണ്. 25 ലക്ഷം രൂപയും ബിന്ദുവിന്റെ മകൾക്കൊരു സർക്കാർ ജോലിയും എന്നുള്ളതാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ഒരാവശ്യമെന്ന് പറയുന്നത്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭം വളരെ ശക്തമായി മുന്നോട്ട് പോകുമെന്നതാണ്.